നിങ്ങൾ ആരെങ്കിലും വിമാനത്തിലെ ലെവോട്ടറി യൂസ് ചെയ്തിട്ടുണ്ടോ? വിമാനത്തിലെ ടോയ്ലറ്റ്സ് ഫ്ലഷ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ശബ്ദവും ഫോഴ്സും വരുന്നത് എന്നതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വിമാനത്തിലെ വേസ്റ്റ് എങ്ങനെയാണ് ഡംപ് ചെയ്യുന്നത്? ടോയ്ലറ്റ്സിലെ ഫ്ലഷ് ന്യൂമാറ്റിക്കലി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ടോയ്ലറ്റ് സിസ്റ്റത്തിലെ സെൻസേഴ്സ്, ഇലക്ട്രിക്കൽ കൺട്രോളേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും മുഴുവനായിട്ടും വാച്ച് ചെയ്യണം. സോ വെൽക്കം ബാക്ക് ടു മെറ്റൽ ബേർഡ്സ് എഞ്ചിനീയറിംഗ്. സ്റ്റേ ട്യൂൺഡ്. ഫീറ്റിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ നമ്മുടെ വീട്ടിലേതുപോലെ ഒരു ഫ്ലഷ് വാട്ടർ ടാങ്ക് ക്രമീകരിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ വാട്ടർ ഫ്ലഷ് അല്ല, വാക്യൂം ഫ്ലഷ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എയ്റോപ്ലെയിനിലെ ടോയ്ലറ്റ്സ് ഫ്ലഷിംഗ് ഓൺ ഗ്രൗണ്ടിലും എയറിലും രണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യമായി വിമാനം ഓൺ ഗ്രൗണ്ടിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ടോയ്ലറ്റ് ഫ്ലഷ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. എയർക്രാഫ്റ്റ് ഇലക്ട്രിക്കൽ സിസ്റ്റം എനർജൈസ്ഡ് ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് വിമാനത്തിലെ ടോയ്ലറ്റ്സ് ഫ്ലഷ് ചെയ്യാൻ സാധിക്കുന്നത്. വിമാനം ഗ്രൗണ്ടിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ വാക്യൂം ജനറേറ്റർ വേസ്റ്റ് ടാങ്കിനകത്ത് ഒരു സക്ഷൻ പ്രഷർ അഥവാ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ നെഗറ്റീവ് പ്രഷർ ഉപയോഗിച്ചാണ് വേസ്റ്റ് ടാങ്കിലേക്ക് എത്തിക്കുന്നത്. ടോയ്ലറ്റ് ഫ്ലഷിംഗ് നടന്നതിനു ശേഷം വേസ്റ്റ് ടാങ്കിലുള്ള നെഗറ്റീവ് പ്രഷർ വിമാനത്തിൻ്റെ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ഇനി വിമാനം എയർബോൺ ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ടോയ്ലറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വിമാനം ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ വിമാനത്തിനകത്തെ പ്രഷർ വിമാനത്തിന് പുറത്തെ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. എയർക്രാഫ്റ്റ് ക്യാബിൻ പ്രഷറൈസേഷൻ സിസ്റ്റം വഴി മർദ്ദം ക്രമീകരിക്കുന്നത് കൊണ്ടാണ് എയർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നത്. അതായത് എയർക്രാഫ്റ്റ് ക്യാബിൻ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്സൈഡ് എയർ പ്രഷർ. ഈ ക്യാബിൻ ഡിഫറൻഷ്യൽ പ്രഷർ ഉപയോഗിച്ചാണ് എയ്റോപ്ലെയിനിൻ്റെ ടോയ്ലറ്റ് ഫ്ലഷിംഗ് സിസ്റ്റം വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് പ്രഷർ കൂടിയ ഒരു സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. വിമാനത്തിൻ്റെ ഔട്ടർ സ്ക്രീനിലുള്ള ഈ സക്ഷൻ പ്രഷർ ഹോൾ ഇതിനു മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കേസിൽ, അതായത് എയ്റോപ്ലെയിൻ ഓൺ ഗ്രൗണ്ടിലുള്ള സമയത്ത് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോൾ വാക്യൂം ജനറേറ്ററിൽ നിന്നുള്ള പ്രഷർ, ടാങ്കിലുള്ള പ്രഷർ ഈ ഹോളിലൂടെ പുറത്തേക്ക് കടക്കുന്നു. എന്നാൽ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിമാനത്തിൻ്റെ ക്യാബിനിലെ പ്രഷർ കൂടുതലും വിമാനത്തിൻ്റെ ക്യാബിന് പുറത്തുള്ള പ്രഷർ കുറവുമാണ്. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ പ്രഷർ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഫ്ലഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയം തന്നെ ഫ്ലഷ് വാൾവ് ഓപ്പൺ ആവുകയും പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് വേസ്റ്റ് ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നു. വേസ്റ്റ് ടാങ്കിലുള്ള എക്സസ് പ്രഷർ ഔട്ടർ സ്കിൻ ഹോളിലൂടെ പുറത്തേക്ക് പോകുന്നു. എന്നാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? എങ്ങനെയാണ് എയ്റോപ്ലെയിൻ അറിയുന്നത് വിമാനം താഴെയാണോ അതോ മുകളിലാണോ എന്ന്? ആ കഥയൊന്ന് കണ്ടു നോക്കൂ.
ടോയ്ലറ്റ് സിസ്റ്റം കമ്പോണൻറ്റ്സ് സെൻട്രൽ മെയിൻ്റനൻസ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കോക്ക്പിറ്റിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അടുത്തതായി എയർക്രാഫ്റ്റിലെ വേസ്റ്റ് എങ്ങനെയാണ് ഡംപ് ചെയ്യുന്നത് എന്ന് നോക്കാം. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയും റൂമറുമാണ് വിമാനത്തിലെ വേസ്റ്റ് എല്ലാം പറന്നുകൊണ്ടിരിക്കുമ്പോൾ താഴത്തേക്ക് ഓവർബോർഡിലേക്ക് റിലീസ് ചെയ്യുകയാണെന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. എയർബസ് 320 വിമാനത്തിൽ ഏകദേശം 170 ലിറ്റേഴ്സ് കപ്പാസിറ്റിയുള്ള വേസ്റ്റ് ടാങ്കാണ് ഉള്ളത്. എയർബസ് 330 വിമാനത്തിലാകട്ടെ 2 വേസ്റ്റ് ടാങ്കുകളും ഉണ്ട്. ഒരു എയർപോർട്ടിൽ വിമാനം അറൈവലായതിനു ശേഷം ഗ്രൗണ്ട് സർവീസിംഗ് ഏജൻസീസ് ഗ്രൗണ്ട് സർവീസിംഗ് കാർഡ്സ് ഉപയോഗിച്ച് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നു. വിമാനത്തിലെ ടോയ്ലറ്റ് ലാബ് സർവീസിംഗ് പാനലും സർവീസ് ചെയ്യുന്ന ഒരു പിക്ചറും ഞാൻ ഇവിടെ ചേർക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.